ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതലുള്ള തിരുവചന ഭാഗം. ഇന്ന് കേരള സഭ സിസ്റ്റർ റാണി മരിയായുടെ വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്ററിൻ്റെ പുണ്യദിനം, തിരുനാൾ ദിനം ആചരിക്കുകയാണ്. റാണി മരിയ സിസ്റ്ററിനെ പരിചയമില്ലാത്ത മലയാളികൾ കാണില്ല. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരടുത്തുള്ള പുല്ലുവിള എന്ന ഇടവകക്കാരിയാണ് സിസ്റ്റർ റാണി മരിയ. FCC സന്യാസ സമൂഹാംഗമായ ബഹുമാനപ്പെട്ട സിസ്റ്റർ നാഗ്പൂരിൽ തൻ്റെ ആത്മീയ ശുശ്രൂഷകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ഈ ദിവസം നമ്മൾ കൊണ്ടാടുന്നത്. തൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്കായി നാഗ്പൂരുള്ള തൻ്റെ ഭവനത്തിൽ എത്തി അവിടെ നിന്ന് നാട്ടിലേക്ക് ട്രെയിനിൽ യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് സിസ്റ്റർ താമസിച്ചിരുന്ന കോൺവെന്റിൽ നിന്ന് ലോക്കൽ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ സിക്കന്ദർ എന്ന ഒരു മനുഷ്യൻ ബസ്സിൽ കയറി വന്ന് സിസ്റ്ററിനെ 17 പ്രാവശ്യം തൻ്റെ കത്തി കൊണ്ട് കുത്തി കൊല ചെയ്യുകയും കൊലയ്ക്ക് മുമ്പ് അവന് സിസ്റ്ററിനോട് ചോദിക്കാൻ ഒരു ചോദ്യം മാത്രം: ആ സിസ്റ്റർ റാണി മരിയ കഴിക്കാം, നിങ്ങളാണ് സിസ്റ്റർ റാണി മരിയ? ഒരു കൊട്ടേഷൻ കിട്ടിയ പോലെ ക്രൂരമായിട്ട് സിസ്റ്ററിനെ കൊല ചെയ്യുകയും അതിനു മുമ്പ് ഇവർ തമ്മിൽ കണ്ടിട്ടില്ല, ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെടുന്നു. ജാട്ട് നേതാക്കന്മാരുടെ, രാജാക്കന്മാരുടെ അപ്രഖ്യാപിത നേതൃത്വം ഗ്രാമാന്തരങ്ങളിൽ നടന്നിരിക്കെ സർപഞ്ചുമാരായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജാട്ട് നേതാക്കന്മാരുടെ ഉറക്കം കെടുത്തുന്ന ആത്മീയ ശുശ്രൂഷയാണ് സിസ്റ്റർ നടത്തിയിരുന്നത്. കൂലി പറഞ്ഞ് വാങ്ങാൻ തൻ്റെ ഇടമില്ലാതിരുന്ന ഗ്രാമീണരെ അക്ഷരാഭ്യാസത്തിലേക്ക് ഉയർത്തി കണക്ക് പറഞ്ഞു കൊടുത്ത് ഒരു ദിവസം ഇത്ര രൂപ കൂലി സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു മാസം ഇത്ര കിട്ടുമെന്നൊക്കെയുള്ള കൃത്യമായ കണക്കുകൾ ബോധ്യപ്പെട്ടപ്പോൾ പാവപ്പെട്ട കൂലിപ്പണിക്കാരെ ജാട്ട് നേതാക്കന്മാർക്കെതിരെ ഗ്രാമാന്തരങ്ങളിൽ ചെറിയ പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിച്ചു. ഇവിടെയാണ് സിസ്റ്റർ തൻ്റെ ദൗത്യം നിർവഹിച്ചത്. ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി സിസ്റ്റർ തങ്ങൾക്ക് ഒരു വെല്ലുവിളിയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞ ജാട്ട് നേതാക്കന്മാർ കൂലിക്ക് സിക്കന്ദറിനെ അയച്ച് ക്രൂരമായിട്ട് റാണി മരിയ സിസ്റ്ററിനെ കൊല ചെയ്യുകയും ഈ ക്രൂരമായ കൊലപാതകത്തിൻ്റെ ഓർമ്മ നടക്കുന്നതായിരുന്നു. മരിക്കുന്നതിന് മുമ്പേ ബസ്സിൽ നിന്ന് സിസ്റ്ററുടെ കൂടത്തേക്ക് വലിച്ചെറിഞ്ഞു അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊലയാളികൾ രക്തം വാർന്ന് അവിടെ പെരുവഴിയിൽ വനത്തോടനുബന്ധിച്ച് കിടക്കുന്ന സ്ഥലത്ത് സിസ്റ്റർ പെട്ടെന്ന് മരിച്ചു. പിന്നീട് നാം കാണുന്നത് റാണി മരിയ സിസ്റ്ററിൻ്റെ കബറെടുത്ത് ആയിരങ്ങൾ ഒരുമിച്ച് മൃതസംസ്കാര ശുശ്രൂഷിക്കുന്നു. തുറന്നുള്ള ഓർമ്മ ദിവസങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ഗ്രാമീണർ സിസ്റ്ററിൻ്റെ ശവകുടീരത്തിൽ നിൽക്കുന്നു. ഒരുപാട് പേര് സൗഖ്യം നേടുന്നു, ആത്മീയ സന്തോഷത്തോടെ കടന്നു പോകുന്നു. ഇന്ന് ആ പുണ്യവതിയുടെ
സുവിശേഷം ലോകത്തിൻ്റെ കോണുകളിൽ എത്തിക്കുവോളം തീഷ്ണതയോടെ വേല ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ഓരോ മിഷണറിയും സിസ്റ്റർ റാണിമരിയെ പോലെ പ്രവർത്തിക്കുന്നവരാണ്. ആ വലിയ ദൗത്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്നതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെ പോലെ വിവേകങ്ങളുമായിരിക്കും. ലോകത്തിൻ്റെ തിന്മയോട് സമരസപ്പെടാതെ ലോകത്തിൻ്റെ തിന്മയ്ക്കെതിരെ പോരാടുന്നു, വിവേകത്തോടെ സുവിശേഷം വിസ്തരിക്കുന്നവരായി മാറണമെന്ന് ഓരോ ക്രിസ്ത്യാനിയും തിരുവനന്തപുരത്തിലൂടെ യേശു ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ജാഗരൂകതയുള്ളവരാകട്ടെ. ഈ ലോക ജീവിതത്തിൽ നമുക്ക് തമ്പുരാനെ ഓർമ്മിക്കണം. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ രംഗത്ത് ഏറെയൊന്നും പ്രാവീണ്യമില്ലാത്ത ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് തമ്പുരാന് ഈ സുവിശേഷ വേല വീഡിയോ എന്നെക്കാളും എത്രയോ പ്രാവീണ്യമുള്ള വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, യുവജനങ്ങളുണ്ട്. അവർക്കൊക്കെ അവരാകുന്ന രീതിയിൽ സുവിശേഷത്തിന് ലോകജനത്തിൻ്റെ മുമ്പിൽ എത്തിക്കാനായിട്ട് സാധിക്കും. പുതിയ ടെക്നോളജി ഒരുപാട് സോഷ്യൽ മീഡിയ സാധ്യതകളുമൊക്കെ പ്രയോജനപ്പെടുത്തി അതിനെയൊക്കെ ജനസമക്ഷത്തിൽ എത്തിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇനിയും കേൾക്കാത്ത കാണാത്ത അനേകായിരങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുവാനുള്ള ദൗത്യം നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കണം. പ്രിയപ്പെട്ടവരെ, ലോകമൊക്കെ ഈശോ അറിയണം, ഈശോയുടെ സുവിശേഷത്തിൻ്റെ സദ്വാർത്ത അറിയണം. അങ്ങനെ അനേകർ ക്രിസ്തുവിനെ പുൽകാൻ ഇടയാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈശ്വര വലിയ കൃപയും അഭിഷേകവും നമ്മളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും റാണിമരിയ സിസ്റ്ററിൻ്റെ സ്വർഗീയ മാധ്യസ്ഥതയും നമ്മളെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.